الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته وبذلك فليفرحوا هو خير مما يجمعون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, നമ്മുടെ ആയുസ്സിൽ പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ അവസരമേകിയ സർവലോക സിട്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാനിൽ
പരിശുദ്ധ ഖുർആനിനെ പരിഗണിക്കാതെ റമളാനിന്റെ പുണ്യം നമുക്ക് നേടാനാവില്ല. മാനവ സമൂഹത്തെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ധാരാളം പ്രവാചകന്മാരെ അയച്ചതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 4 വേദഗ്രന്ഥം കൂടി അള്ളാഹു നൽകിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സിറിയാനി ഭാഷയിൽ നൽകിയിട്ടുള്ള തൗറാത്തും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഹിബ്രു ഭാഷയിൽ നൽകിയിട്ടുള്ള ഇഞ്ചീലും, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഗ്രീക്ക് ഭാഷയിൽ നൽകിയിട്ടുള്ള സബൂറും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറബി ഭാഷയിൽ നൽകിയ ഖുർആനും, ഇതാണ് പ്രധാനപ്പെട്ട 4 വേദഗ്രന്ഥങ്ങള്. നമ്മൾ എങ്ങനെ ജീവിക്കണം, ഭൗതിക ലോകത്തിലെ കാര്യങ്ങളും ജീവിതങ്ങളും വ്യക്തിപരമാകട്ടെ, കുടുംബപരമാകട്ടെ, സാമൂഹ്യപരമാകട്ടെ, വൈവാഹിക രംഗമാകട്ടെ, ആ മേഖലകളിലെല്ലാം എങ്ങനെ ജീവിക്കണമെന്നതിന്റെ നിയമ സംഹിതയാണ് ഖുർആൻ. ആ നിയമമനുസരിച്ച്, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം അനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തുകയാണെങ്കിൽ പരലോകത്ത് വിജയിക്കാനും സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടാനും സാധിക്കും. മാർക്കറ്റിൽ നിന്നും നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിനോടൊപ്പം ഒരു കാറ്റലോഗ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ആദ്യം എന്ത് ചെയ്യണമെന്നുമൊക്കെ നമ്പറിട്ട് ആ കാറ്റലോഗിൽ പറഞ്ഞതിനനുസരിച്ച് ചെയ്താൽ കുറ്റമറ്റ രൂപത്തിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ കമ്പനി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റിന് ആയുസ്സുണ്ട്. എന്ന പോലെ നമുക്ക് ജന്മം നൽകിയ, നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ച റബ്ബ് ഭൗതിക ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി നമുക്ക് നൽകിയ നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ റൂഹാണ്. ഒരു വിശ്വാസിയുടെ ആത്മാവാണ് ഖുർആൻ. നമ്മുടെ ശരീരത്തിൽ റൂഹില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ആത്മാവില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പേര് മയ്യത്ത് എന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ താളമായി, ലയമായി, ആത്മാവായി, റൂഹായി വിശുദ്ധ ഖുർആൻ മാറണം. ഖുർആൻ പറഞ്ഞു, വകദാലിക ഔഹൈനാ റൂഹം മിൻ ഇൻദിനാ, നമ്മുടെ ഭാഗത്ത് നിന്നുള്ള റൂഹ് എന്ന നിലയിൽ, ആത്മാവെന്ന നിലയിലാണ് പരിശുദ്ധ ഖുർആനിനെ ഞാൻ നിങ്ങൾക്ക് ഇറക്കിയത് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും റൂഹില്ലാത്ത, ജീവനില്ലാത്ത മയ്യത്തുകളാണ് എന്ന് ഇതേ അർത്ഥത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും. മാത്രവുമല്ല, പടച്ച തമ്പുരാനിലേക്കുള്ള ഒരു കയറാണ്, പാശമാണ് ഖുർആൻ. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്കുള്ള കയറ്, അല്ലാഹുവിലേക്കുള്ള കയറാണ് ഖുർആൻ. നല്ല ഒഴുക്കുള്ള പുഴയിൽ മറുകരയിലേക്ക് എത്തിപ്പെടാൻ കയറ് കെട്ടാറുണ്ട്. ഒഴുകിപ്പോകാതിരിക്കാൻ, പിടിവള്ളി നഷ്ടപ്പെടാതിരിക്കാൻ, കാല് പതറിപ്പോകാതിരിക്കാൻ, ഭൗതിക ലോകത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ നമ്മുടെ കാല് ഇടറിപ്പോകാതിരിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഖുർആൻ. എന്തിനാണ് ഖുർആൻ നൽകിയിട്ടുള്ളത്?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന് മുമ്പേ പറഞ്ഞു, രണ്ട് കാര്യം വിട്ടേച്ച് ഞാൻ പോകുന്നു. അവയെ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴച്ചു പോവില്ല, നിങ്ങൾ ഭിന്നിച്ചു പോകില്ല. ഖുർആനും സുന്നത്തുമാണത്. നമ്മുടെ സമൂഹം പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹം ഭിന്നിച്ച് ചിദ്രയിലായിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങൾ വലിച്ചെറിഞ്ഞതിന്റെ തിക്തമായ ഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മാനവരാശിയെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനാണ് ഖുർആൻ ഇറങ്ങിയത്. കിതാബുൻ അൻസൽനാഹു ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലന്നൂർ. അന്ധകാരത്തിൽ നിന്ന് ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് മാനവ സമൂഹത്തെ കൊണ്ടുവരാനാണ് ഖുർആൻ. മുസ്ലിങ്ങളുടെ കുത്തകയല്ല, വിശ്വാസികളുടെ കുത്തകയല്ല ഖുർആൻ. ലോകത്തുള്ള സകല മനുഷ്യർക്കുമുള്ളതാണ്. യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും. നിങ്ങളെ സൃഷ്ടിച്ച ഏകനായ അജയ്യനായ അതുല്യനായ ഊണില്ലാത്ത ഉറക്കമില്ലാത്ത മാറ്റമില്ലാത്ത ഒടുക്കമില്ലാത്ത പകരമില്ലാത്ത തുല്യതയില്ലാത്ത റബ്ബിനെ ആരാധിക്കണം. മുസ്ലിങ്ങളോട് മാത്രമല്ല, യാ അയ്യുഹന്നാസ് മാനവ സമൂഹത്തോട് ഇത്രത്തോളം പ്രതിശാലമായി ഉദ്ഘോഷിച്ച മറ്റൊരു വേദഗ്രന്ഥത്തെ നമുക്ക് കാണാൻ കഴിയില്ല സഹോദരങ്ങളെ. ആ ഖുർആൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്, ആ ഖുർആനുമായി പരിശുദ്ധ റമളാൻ ഉണ്ടായിട്ടും എത്രത്തോളം നമ്മൾ ബന്ധപ്പെട്ടു എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. മാനവരിൽ മഹോന്നതനാണെന്ന് പ്രവാചകൻ പറഞ്ഞത് ആരെ കുറിച്ചാണറിയോ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനാണ്. സഹോദരങ്ങളെ, ഇതിൽ നമ്മുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട്? നമ്മൾ ഖുർആൻ പഠിച്ചോ? പഠിച്ച കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ പകർന്നു കൊടുത്തോ? മഹോന്നതരിൽ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠരായി മാറിയോ? മാനവരിൽ ഏറ്റവും മഹോന്നതരായി നമ്മൾ മാറിയോ എന്ന് നമ്മുടെ ജീവിതം അതിന് മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. പാപം ചെയ്യുന്ന മനുഷ്യന് തെറ്റ് ചെയ്യാത്ത മാലാഖമാരുടെ സ്ഥാനത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നതാണ് ഖുർആൻ. മലക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. പടച്ച തമ്പുരാൻ എന്ത് കാര്യമാണോ മലായികത്തുകളോട് കൽപ്പിച്ചതെങ്കിൽ അതേപടി കൃത്യമായി വ്യക്തമായി സമയബന്ധിതമായി ചെയ്യുന്ന ആളുകളാണ് മലക്കുകള്. ദൗത്യവാഹകരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെ പോലെയുള്ള മലക്കുകളുടെ സ്ഥാനത്തേക്ക് മാനവരെ കൈപിടിച്ചുകൊണ്ട് എത്തിക്കുന്നത് ഖുർആനാണ്. അൽ മാഹിറു ബിൽ ഖുർആനി മഅസ്സഫറത്തിൽ ബർറത്തിൽ കിറാം. വിശുദ്ധ ഖുർആനിൽ അവഗാഹം നേടുന്ന ആളുകൾ, നൈപുണ്യം നേടുന്ന ആളുകൾ ദൗത്യവാഹകരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സ്ഥാനത്തേക്ക് എത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ലോകത്തിനുള്ള ഉത്ബോധനമാണ് ഖുർആൻ. ലോകർക്കുള്ള നിർദ്ദേശമാണ് ഖുർആൻ. ലോകർക്കുള്ള കാരുണ്യമാണ് ഖുർആൻ. മനസ്സിലെ സകല രോഗങ്ങൾക്കും, പകക്ക്, കുശുമ്പിന്, വിദ്വേഷത്തിന്, വെറുപ്പിന്, അഹങ്കാരത്തിന്, കുടിപ്പകക്ക് പരിഹാരം ഖുർആനാണ്. ഖുർആൻ അകത്തലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേണ്ടാത്ത സ്വഭാവങ്ങളിൽ നിന്ന് മുക്തി നേടാൻ, അല്ലാഹു ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണ് എന്നാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി നൽകിയത്.
സൂറത്ത് യൂനുസിലെ 57-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖുറൈശികളെ എന്നല്ല വിളിച്ചത്, അറബികളെ എന്നല്ല വിളിച്ചത്, മുസ്ലിങ്ങളെ എന്നല്ല വിളിച്ചത്, വിശ്വാസികളെ എന്നല്ല വിളിച്ചത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅതുകും, ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്, മൗഇദത്തും മിർ റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള സദുപദേശങ്ങള്, നിർദ്ദേശങ്ങള് ഇതാ വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, മനസ്സിന്റെ സകല രോഗങ്ങൾക്കും പ്രതിവിധിയാണ്, ശിഫയാണ് ഖുർആൻ. ശാന്തിയില്ലാത്ത, സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, സംതൃപ്തിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും പരിഹാരം ഖുർആനാണ്. ഹൃദയത്തിലെ നിഫാഖ് മുതൽ, അസൂയ മുതൽ, കുശുമ്പ് മുതൽ, വിദ്വേഷം മുതൽ, വെറുപ്പ് മുതൽ മുഴുവൻ രോഗങ്ങൾക്കും ശിഫയാണ് ഖുർആൻ. ധൃതിയില്ല. ഇനി നമ്മൾ പലപ്പോഴും നബിദിനാഘോഷ വേദിയിൽ നിന്ന് കേൾക്കുന്ന ഒരു വാചകമുണ്ട്, ഖുൽ ബിഫളില്ല. ഞാൻ പറഞ്ഞ ആയത്ത് വിശുദ്ധ ഖുർആൻ ശിഫയാണ്, റഹ്മത്താണ്, മൗഇദത്താണെന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയാ, ഖുൽ ബിഫളില്ല വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ശ്രേഷ്ഠതയുടെ പേരിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളി, അല്ലാഹുവിനോട് ചോദിച്ചോളി. ഏതാണ് അല്ലാഹുവിന്റെ ശ്രേഷ്ഠത? ഖദ് ജാഅതുകും, നിങ്ങൾക്ക് ഇതാ വന്നെത്തിയിരിക്കുന്നു, മൗഇദത്തും മിർ റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള ഉപദേശം. അതാണ് ഇവിടെ ഫള്, അതാണ് ഇവിടെ റഹ്മത്ത്. അതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ, ഖുർആനിന്റെ അനുയായി ആയതിന്റെ പേരിൽ അള്ളാഹിനോട് ചോദിച്ചോളി. ഖുർആൻ പറയാ, ഫബിദാലിക ഫല്യഫ്റഹു, അതിന്റെ പേരിൽ സന്തോഷിച്ചോളി. നബിദിനം കഴിക്കാനുള്ള തെളിവല്ലത്, നബിദിനം കഴിക്കാനുള്ള തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കുന്ന ആയത്താണിത്. പക്ഷേ അതുമായി യാതൊരു ബന്ധവുമില്ല. വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായി എന്നതിന്റെ പേരിൽ ഫല്യഫ്റഹു, നിങ്ങൾ സന്തോഷിക്കണം. ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു മുവഹിദാണ്, അതിന്റെ പേരിൽ സന്തോഷിക്കുക. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഏറ്റവും മഹനീയമായ കാര്യം ഖുർആനിന്റെ തൗഹീദിന്റെ വാർത്താക്കളായി മാറുക എന്നതാ. സഹോദരങ്ങളെ, നമ്മൾ ഖുർആനിന്റെ അനുയായികളാണ്. വിശുദ്ധ ഖുർആനിന്റെ താളുകളിൽ 4236 ആയത്തുകളിൽ എത്ര ആയത്ത് നാം അറിഞ്ഞു, നാം മനസ്സിലാക്കി? ഇരുട്ടുള്ള ഒരു രാത്രിയിൽ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോകുന്ന മക്കളുടെ കയ്യിൽ ഒരു ടോർച്ച് കൊടുത്തുകൊണ്ട് ഉമ്മ പറഞ്ഞു, തെളിച്ചു പോകണം, നിങ്ങൾ വഴി നിങ്ങൾ നോക്കണം, ദുർഘടമായിട്ടുള്ള പാതയുണ്ടാകും, വിഷജന്തുക്കൾ ഉണ്ടാകും, നിങ്ങൾ തെളിച്ചുകൊണ്ട് പ്രകാശം കാണിച്ചുകൊണ്ട് പോണം. നമ്മുടെ സമൂഹം റെസ്പെക്ട് ചെയ്ത് പട്ടിൽ പൊതിഞ്ഞ് ഒരു കാലത്ത് അറ്റത്ത് വെച്ചു നമ്മള് തൊട്ടാൽ കണ്ണുപൊട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനും മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ ശ്രമിച്ചില്ല. കയ്യിൽ കൊടുത്ത ടോർച്ച് കയ്യിൽ ഉണ്ടായി എന്നതുകൊണ്ട് ഉപകാരം ഉണ്ടാവോ? തെളിക്കണ്ടേ? സ്വിച്ച് ഓൺ ആക്കണ്ടേ? തന്റെ വഴിയിലേക്ക് തന്നെ അടിക്കണ്ടേ? അട്ടത്ത് കളിച്ചിട്ട് കാര്യമുണ്ടോ? ജീവിതത്തിന്റെ ദുർഘടമായ വഴിയിലൂടെ, പ്രതികൂലമായ സാഹചര്യത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ വിശുദ്ധ ഖുർആൻ നൂറുൻ അലൻ നൂർ, പ്രകാശത്തിന് മീതെ പ്രകാശമെന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾ എത്ര ആൾക്കാർ തെളിക്കാറുണ്ട്? അന്ധകാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ശിർക്കിന്റെയും കുണ്ടുകളിലും കുഴികളിലും ദുർഘടമായ പാതയിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന്
അകന്നതിന്റെ തിക്തമായ ഫലമാണ് എന്ന് ഈ റമദാനിലെങ്കിലും, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിലെങ്കിലും സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. ഖുർആൻ റമദാനിൽ മാത്രം ഇറങ്ങിയതാ? എന്താണ് അതിന്റെ പദപ്രയോഗം? 23 വർഷങ്ങൾക്കിടയിൽ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുകൂലമായി അല്പാൽപമായി ഇറങ്ങിയ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിലേക്ക്, എങ്ങനെ ലൗഹുൽ മഹ്ഫൂദിലേക്ക് അള്ളാഹു ഇറക്കിയത്, പരിപൂർണമായി ഇറക്കിയത് റമദാൻ മാസം. പിന്നെ അവിടുന്ന് ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം, യസ്അലൂനകാനിൽ യതാമ, യതീമുകളെ കുറിച്ച് ചോദിക്കുന്നവര്, യസ്അലൂനകാനിൽ അഹില്ല, മാസപ്പിറവിയെ പറ്റി ചോദിക്കുന്നു, യസ്അലൂനകാനിൽ മഹീദ്, ആർത്തവത്തെ കുറിച്ച് ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനെ ആ ആയത്തിൽ ലൗഹുൽ മഹ്ഫൂദിന് സമയബന്ധിതമായി റസൂലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ മാസത്തിലാണ് നമ്മളുള്ളത്. എത്ര ആളുകളെ പിടിച്ചു കുലുക്കിയതാണ് ഖുർആൻ, എത്ര പരിവർത്തനങ്ങളും കോളിളക്കവും സൃഷ്ടിച്ചതാണ് ഖുർആൻ. മോറിസ് ബുക്കായിയും മുഹമ്മദ് ക്ലേയും മറിയം ജബീലയും അഹമ്മദ് ദീദാത്തും മാധവിക്കുട്ടിയും AR റഹ്മാനും ഊജാലാമയും അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ, പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറായ ശബരിമല വരെ വിശുദ്ധ ഖുർആനിന്റെ നൂറ്, വിശുദ്ധ ഖുർആന്റെ വെളിച്ചം നുകർന്നുകൊണ്ട് കടന്നു വരുമ്പോൾ നാമും ഖുർആനുമായി എത്രത്തോളം ബന്ധമുണ്ട് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് സാന്ദർഭികമായിരിക്കും. വരണ്ട യുഗത്തിലെ, ഇരുണ്ട യുഗത്തിലെ വരണ്ട ഹൃദയമുള്ള കാട്ടറബികളെ പോലും പരിവർത്തനം സൃഷ്ടിച്ച ഖുർആൻ, പെണ്ണില്ലാതെ, കള്ളില്ലാതെ, യുദ്ധമില്ലാതെ ഒരു ജീവിതം പോലും സങ്കല്പിക്കാൻ കഴിയാത്ത, സംസ്കാരമില്ലാത്ത കാട്ടറബികൾ വിശുദ്ധ ഖുർആൻ 23 വർഷം കൊണ്ട് അവരെ സംസ്കരിച്ച് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം, ആയത്തുകൾ ഓതി കേട്ട് മാത്രല്ല പരിവർത്തനം, സംസ്കരണം നടന്നു. സഹോദരങ്ങളെ, ജാഹിലിയ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ത്വർഫ് ഇബ്നു അബ്ദ എന്ന കവി, ആ കവി പറയാ, ലൗലാ സലാസുൻ ഹുന്ന മിൻ ഐശത്തിൽ ഫതാ വജദ്ദി കലമാ ഫിൽ മതാതാ മഹബദി വമിൻഹുൻ സുബ്കിൽ ആദി ലാതി ബിശുർബത്തിൻ കുമൈതിൻ മതാമാതുല ബിൽമായി തുസ്ബദി വകർദി ഇദാനാദൽ മുലാഫു മുജന്നബൻ കസ്വീദിൽ വലാനബർ തഹുമു തവർദിദി വതക്സീറു യൗമദ്ദജ്നി വദ്ദജ്നു മുഅ്ജിബുൻ ബിബഅകനത്തിൻ തഅത തുറാസിൽ മുഹമ്മദി. 3 കാര്യമില്ലെങ്കിൽ ജീവിതം പോലും സങ്കല്പിക്കാൻ കഴിയാത്ത കാട്ടറബികൾ, വെള്ളമൊഴിക്കുമ്പോൾ നിറഞ്ഞു പൊന്തുന്ന കള്ളില്ലാതെ ജീവിതം സങ്കല്പിക്കാൻ കഴിയാത്ത കാട്ടറബികൾ, നല്ല തണുപ്പുള്ള രാത്രികളിൽ ഇഷ്ടപ്പെട്ട സുന്ദരിമായി കഴിച്ചു കൂട്ടാൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അറബികൾ, ചെറിയ കാര്യത്തിന് വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന അറബികൾ. ഞാൻ ആലോചിച്ചു, ഈ 3 കാര്യമാണ് ഇന്നിപ്പോ ആധുനിക സിനിമയിൽ നടക്കുന്നത്. പെണ്ണും കള്ളും ചെണ്ടും. ഇതില്ലാതൊരു സിനിമ വിജയിക്കൂലെന്ന ആധുനിക കാലഘട്ടത്തിലെ
ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരാം. ആ സമൂഹത്തെ സംസ്കരിച്ചു. എന്നിട്ട് അവർ ചോദിച്ച ചോദ്യമുണ്ട്. 3 ഘട്ടമായി കള്ള് നിരോധിച്ചു. കള്ളിന്റെ തിന്മകൾ പറഞ്ഞു കൊടുത്തു. രണ്ടാമതായി പറഞ്ഞു ലാ തഖ്റബു സ്വലാത്ത വഅൻതും സുകാറ, ലഹരി ബാധിച്ചുകൊണ്ട് നമസ്കാരത്തെ നിങ്ങൾ സമീപിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. മൂന്നാമതായി പറഞ്ഞു അവസാനം ഇറങ്ങിയ ആയത്ത് ഫഅൽ അൻതും മുൻതഹൂൻ, ഇനിയും നിർത്താറായില്ലേ? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം ഇത് തുടങ്ങി ഫഅൽ അൻതും മുൻതഹൂൻ, നിർത്താനായില്ലേ? കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പാനപാത്രങ്ങൾ വലിച്ചെറിഞ്ഞു. വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വീപ്പകൾ മറിച്ചിട്ടു. മദീന തെരുവീതിയിലൂടെ കള്ളിന്റെ പുഴ ഒഴുക്കിയെന്ന് ചരിത്രത്തിൽ കാണാം. എന്നിട്ട് ഒരു ചോദിച്ച ചോദ്യം തരങ്ങള്, കള്ളിങ്ങനെ ഒഴുകിയ സ്ഥലത്ത് പുല്ല് മുളച്ചിട്ട് ആ പുല്ല് നമ്മൾ ഒട്ടകം തിന്നിട്ട് ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കാവുന്ന രൂപത്തിലേക്ക് മാനസികമായ പരിവർത്തനം സൃഷ്ടിച്ചുന്ന ഇപ്പോഴും മാപ്പിളാർ കുടിച്ചുകൊണ്ടിരിക്കുക. കുടിച്ചോല് മാപ്പിളാറല്ല. ക്രിസ്തുമസിന്റെ അന്നും ന്യൂഇയറിന്റെ അന്നും അന്യമത വിഭാഗത്തിന് കുടിക്കാൻ പോലും ബാക്കിയായാതെ മുഴുവൻ നോങ്ങുന്ന മുസൽമാൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ ഖുർആൻ പറഞ്ഞു ഫഅൽ അൻതും മുൻതഹൂൻ, നിർത്താനായില്ലേ? നിർത്താനായില്ലേ? അന്നാണ്ട് എറിഞ്ഞതാ. എന്തേ നമുക്ക് സ്വാധീനമില്ലാത്തത്? എന്താണ് മാപ്പിളാരും 4 കാലം നടക്കുന്നത്? പരസ്യമായി കുടിക്കാത്ത ആളുകൾ രഹസ്യമായി കൈകാര്യം ചെയ്യുന്നു. നാട്ടിൽ നിന്ന് കുടിക്കാത്ത ആളുകൾ ഈ മാനത്ത് കയറി കുടിച്ച അപ്പുറത്തിപ്പുറത്തും ആളില്ലല്ലോ. മനസ്സിനെ സ്വാധീനിച്ചവൻ കുടിലായാലും കൊട്ടാരമായാലും സ്വദേശമായാലും വിദേശമായാലും ഏകനായാലും അതുപോലെ ആൾക്കൂട്ടത്തിലായാലും ഒരൊറ്റ സ്വഭാവ ഓന്തിന്റെ മാതിരി മാറൂല. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മാറ്റം വരും. നമ്മളൊരു പുറം ചട്ട മാത്രമേ ഉള്ളൂ. അതിന്റെ കാമ്പ് ചെകുത്താൻ നമ്മിൽ നിന്ന് മോഷ്ടിച്ചിരിക്കുന്നു. ഖുർആന് ആര് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കാൻ നമ്മൾ റെഡിയാ. ഒരു ലേണിംഗ് ക്ലാസ് ഉണ്ടായാൽ എത്ര ആളുകളാണ് അതിന്റെ വാക്താക്കളായി മാറിയത്? വേറല്ല. നമുക്ക് ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടെങ്കിൽ, ഒരു ദീനിന്റെ സദസ് ഉണ്ടെങ്കിൽ അവിടെ 5 മിനിറ്റ് ഇരിക്കാൻ പോലും മനസ്സാക്ഷി ഇല്ലാത്ത നമ്മൾ ഖുർആൻ അനുയായിയും. ഖബറിലെ ചോദ്യത്തിൽ നിന്ന് എന്റെ ഇമാമ് ഖുർആനാണെന്ന് പറയണമെന്ന് മനസ്സിന്റെ തോളിൽ ആഗ്രഹമുള്ള മുഴുവൻ ആളുകളും ഖുർആനിനെ പരിഗണിച്ചേ പറ്റൂ. ഖുർആൻ വർത്താനം പറയുന്നു അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനി ലിഅബ്ദി, തന്റെ അടിയാറുകൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയും ഖുർആന്. നമ്മുടെ ഖുർആൻ പറയോ? പടച്ചോനെ ഷോക്കേസിൽ ഇങ്ങനെ ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഇന്നെങ്ങനെ പ്രദർശിപ്പിച്ചു എന്ന് പറയും നമ്മുടെ ഖുർആന്. റമളാനിലൊന്ന് മറിച്ചു വെക്കാൻ തോന്നുന്നുണ്ടോ? ഓതാൻ തോന്നുന്നുണ്ടോ? ഒരു തറാവീഹിൽ കൃത്യമായി പങ്കെടുക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കും സഹോദരങ്ങളെ. അറബികളെ മാറ്റിമറിച്ച ഖുർആൻ അതേ ലിപിയിൽ നമ്മളൊപ്പുണ്ട്. പാറകളിലും തോലുകളിലും സഹാബത്തിന്റെ മനസ്സുകളിലും മാത്രമായിരുന്നു ഖുർആന്. നമ്മളിപ്പോ ഷോക്കേസിൽ വെച്ചൊക്കെയാ, മനസ്സിലില്ല. പ്രവാചകന്റെ കാലത്ത് പുസ്തക രൂപത്തിലല്ലുള്ളത്, ബൈഹാട്ട. യമാമ യുദ്ധത്തിൽ 40ഓളം ആഫിലീങ്ങളെ വധിക്കപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ടായി. അതാണ് പിൽക്കാലത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണമായുള്ള ആലോചന വരുന്നത്. ഓരോ മനസ്സിലാ ഒരായത്തടങ്ങി അത് പഠിച്ചിട്ട് അടുത്തെടുക്കുള്ളൂ. നമ്മുടെ മദർസിനൊക്കെ പഠിച്ച ഇഫ് നമുക്കുണ്ടോ? ഒരു ഒട്ടകത്തിന്റെ നിങ്ങൾ എങ്ങനെ കയറ് ഊരി വിട്ടാൽ ആ ഒട്ടകം എങ്ങനെയാണോ
മാഞ്ഞു മറിഞ്ഞ് ഓടിപ്പോവുക എന്ന ഒരു ഖുർആൻ അതിന്റെ പാട്ടിലാണ് പോകുക. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, ഖുർആൻ പഠിച്ച ഒരാളും അത് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വിഭാഗതയുടെയും ഏറ്റുമുട്ടലിന്റെയും സന്ദേശം ഖുർആനിൽ ഉണ്ടെന്ന് പറയില്ല. അന്യമത വിഭാഗത്തിന്റെ തല കൊയ്യാൻ ഖുർആനിൽ ഉണ്ടെന്ന് പറയുന്ന ആളുകൾ ഖുർആൻ പഠിച്ചിട്ടില്ല. അങ്ങനെയുണ്ട് ഖുർആനില്? അടർക്കളത്തിലും യുദ്ധകളത്തിലും ചെയ്യേണ്ട ചില നിർദ്ദേശങ്ങൾ അത് സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ടാണ് പല ആളുകളും തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. 1985 കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ചന്ദമൽ ചോപ്ര എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്യുക, ഖുർആൻ നിരോധിക്കണം, ഖുർആൻ നിരോധിക്കണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 20 ആയത്തുകൾ വിശുദ്ധ ഖുർആനിന്റെ താളുകളിൽ നിന്ന് മാറ്റണമെന്നുള്ള വാദത്തോടുകൂടി കേസ് ഫയൽ ചെയ്തു. 1985 കൊൽക്കത്തയിലെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന വിമൽ ചന്ദ്രബോസ് അദ്ദേഹം പറഞ്ഞു, കുറച്ച് നേരം തരണം, എനിക്ക് ഖുർആൻ നിരോധിക്കലും ആയത്തെടുക്കലൊക്കെ അറിയണമെങ്കിൽ ഖുർആൻ എന്താന്ന് അറിയണ്ടേ, ഞാനൊന്ന് പഠിക്കട്ടെ. കിട്ടാവുന്ന മുഴുവൻ പരിഭാഷകളും സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നന്നായി വായിച്ചെടുത്ത് അദ്ദേഹം വിധി പ്രഖ്യാപിക്കുക. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, മാനവരുടെ ശാന്തിക്കും സമാധാനക്കും സ്വസ്ഥതക്കും ഖുർആനെതിരല്ല, മാനവ ഐക്യത്തിനും സമാധാനത്തിനും വിശുദ്ധ ഖുർആൻ എതിരല്ല എന്ന് മാത്രമല്ല, വർഗീയ സംഘടനകൾക്കും ഭീകര പ്രവർത്തനങ്ങളെയും ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അദ്ദേഹം പറയാം, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ സന്ദർഭത്തിൽ നടത്തിയെടുത്തതോ തെറ്റായ ദുർവ്യാഖ്യാനം നൽകിയിട്ടാണ് ഭീകര തീവ്രവാദ ഏറ്റുമുട്ടലുകൾക്ക് തെളിവായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന് എതിരെ ശബ്ദിക്കുന്നത്. ഇനി ആരെങ്കിലും വിശുദ്ധ ഖുർആനിനെതിരായി ഇതേ രൂപത്തിലുള്ള വാദവുമായി വന്നാൽ IPC 295A പ്രകാരം ശിക്ഷയും തടവും പിഴയും ഉണ്ടാകുമെന്ന് ഒരു അമുസ്ലിമായ ജഡ്ജി. നമുക്ക് ഇതിനെപ്പറ്റി അറിയോ? ഖുർആനെ കുറിച്ച് അറിഞ്ഞവർ, മനസ്സിലാക്കിയവർ, പഠിച്ചവർ, തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമുള്ള മോട്ടിവേഷൻ, പ്രചോദനം എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ടൊരു കാട്ടിലേക്കോ വികൃതമായ രൂപത്തിൽ കോലങ്ങൾ സൃഷ്ടിച്ച് ഭീകരവാദത്തിന്റെ അടയാളമായി നമ്മുടെ സുന്നത്തായ താടികൾ പോലും, 24 മണിക്കൂറും കൂലി കിട്ടുന്ന താടി പോലും ഭീകരവാദത്തിന്റെ സിമ്പലായി. നമ്മൾ എയർപോർട്ടിലൂടെ പോകുമ്പോൾ താടി നീട്ടി വളർത്തിയ ഒരാള് സെക്യൂരിറ്റി ചെക്കിങ്, സാധാരണ ചെക്കിങ് പോരാ, ഇസ്ലാമിന്റെ സിമ്പലുകള്, ഇസ്ലാമിന്റെ ചിഹ്നങ്ങള്, ഇസ്ലാമിന്റെ വേഷങ്ങള് നമ്മുടെ സമൂഹം ദുരുപയോഗപ്പെടുത്തി സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഖുർആൻ പഠിക്കുക. ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥയെ കുറിച്ച് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ഒരു വാചകം പ്രസക്തമാണ്. ലാ യബ്കാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാം പേരിൽ മാത്രം ബാക്കിയായിരിക്കുന്നു. വലാ യബ്കാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ലിപികളിൽ മാത്രം ഖുർആൻ ഒതുങ്ങി നിൽക്കുന്നു. മസാജിദുഹും ആമിറ, പള്ളിയിലൊക്കെ നിറച്ച ആൾക്കാരാ, റോഡിലാണ് നിസ്കരിക്കുന്നത്. സന്മാർഗത്തിന്റെ കണിക തൊട്ടു തീണ്ടാത്ത മുസ്ലിങ്ങള്, ഖുർആന്റെ ആളുകള്. അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, നജിബു അലൈന അൻ നുഗ്നിയഹും അവ്വലൻ ലസ്നാ ബിമുസ്ലിമീൻ. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഓരോ പ്രബോധകനും ആദ്യം പറയണം, ലസ്നാ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിം അല്ല, ഞങ്ങൾ വിളിക്കുന്നത് ഇസ്ലാമിലേക്കാണ്. ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഇസ്ലാം അളക്കാൻ പോണ്ട എന്ന് പറയണ്ട ദുർഗതിയിലേക്ക് ആധുനിക ലോകത്തിലെ പണ്ഡിതന്മാർ അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ തെറ്റില്ല സഹോദരങ്ങളെ.
ഖുർആൻ എളുപ്പമാക്കി. വലഖദ് യസ്സർനാ, ഖുർആൻ എളുപ്പമാക്കി. യസ്സർനൽ ലിദിക്ർ, ഓർക്കാൻ. പക്ഷെ ഫൽ മിൻ മുദ്ദക്കിർ, ആരുണ്ടത് നോക്കാൻ, ആരുണ്ടത് മറിച്ചു നോക്കാൻ. ഫൽ മിൻ മുദ്ദക്കിർ, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാൻ ആരുണ്ട്? സൂറത്തുൽ ഖമറിൽ 4 തവണ പറയുമ്പോ ഞാനുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ ഖുർആൻ പഠിക്കുമെന്ന്. അതിന് മറുപടി പറയാൻ നമ്മൾ ഒരുക്കുണ്ടോ? എങ്കിൽ ആ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ നാളെ പരലോകത്ത് വെച്ച് നമുക്കെതിരായി പറയും, വഖാല റസൂലു ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. പടച്ച തമ്പുരാനെ, എന്റെ സമൂഹം ഖുർആനിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു. നമുക്കെതിരായിട്ട് നമ്മൾ പ്രവാചകം പറയും. ഈ ഖുറാഫാത്തും ചെറുക്കും മാമൂലും ഈ തോന്നിയാസമൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ചെയ്യാം. എന്നിട്ട് സുന്നി എന്ന് പറയാം. സുന്നത്ത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് സുന്നീന. സുന്നത്തുമായി യാതൊരു ബന്ധവുമില്ലാതെ എല്ലാ വിദ്യത്തും ഖുറാഫാത്തും മാമൂലുകളും സ്വീകരിക്കുകയും തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളുകളെ ചൂണ്ടി വഹാബി എന്നും പുത്തൻവാദി എന്നും മുദ്രകുത്തി സലാം പറയാനോ അവരുമായി ബന്ധപ്പെടാനോ അവരുമായി സഹകരിക്കാനോ പാടില്ല എന്നും അവരുടെ കുത്തുബകളോ അവരുടെ പ്രഭാഷണങ്ങളോ കേൾക്കരുതെന്നും പറയാൻ വല്ലാത്തൊരു തൊലിക്കെട്ടിയല്ലേ. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ പഠിച്ച് യഥാർത്ഥ വിശ്വാസികളായി മാറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.